കേന്ദ്ര സർക്കാർ 6 പതിറ്റാണ്ടിൽ അധികമായി രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ആദായ നികുതി നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ്. വരുമാനത്തിന്റെ വിപുലീകൃത നിർവചനങ്ങൾ ഉൾപ്പെടുത്തിയെന്നതാണ് ഏറ്റവും പുതിയ ആദായ നികുതി ബില്ലിന്റെ ചില പ്രധാന സവിശേഷത. ആദായ നികുതി അടയ്ക്കുന്നതിന് അനായാസകരമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ലളിതമാക്കിയ ചട്ടങ്ങളോടെ ആദായ നികുതി നിയമം അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന 12 മാസ കാലയളവിനെ നികുതി വർഷം എന്ന പുതിയ ആശയത്തിലേക്ക് മാറുകയും അസസ്മെന്റ് വർഷം എന്ന പദം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. പുതിയ ബില്ലിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പിഴയിലോ പാലിക്കൽ വ്യവസ്ഥകളിലോ വലിയ മാറ്റങ്ങളില്ല. പുതിയ ആദായ നികുതി നിയമം 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. സ്രോതസ്സിൽ നികുതി കിഴിവ് വ്യവസ്ഥകൾ, അനുമാന നികുതി നിരക്ക്, മൂല്യനിർണ്ണയ സമയപരിധി എന്നിങ്ങനെ വിവിധ വ്യവസ്ഥകൾ പട്ടിക രൂപത്തിൽ നൽകിയിരിക്കുന്നു. 536 സെക്ഷനുകളും 23 അധ്യായങ്ങളും അടക്കം 622 പേജുകളാണ് പുതിയ ആദായ നികുതി ബില്ലിൽ ഉണ്ടായിരിക്കുക. പുതിയ ആദായ നികുതി നിയമം പാസാക്കിയാൽ 1961 ആദായ നികുതി ചട്ടങ്ങൾ അസാധുവാകും. തൊട്ട് മുൻവർഷം നേടുന്ന വരുമാനം എന്ന അടിസ്ഥാനത്തിൽ പ്രീവിയസ് ഇയറിലെ നികുതി അസസ്മെന്റ് ഇയറിൽ അടയ്ക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള സമ്പ്രദായം. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നിങ്ങനെയുള്ള സങ്കല്പം പുതിയ ചട്ടത്തോടെ ഇല്ലാതെയാകും. 1961 നിലവിലുള്ള ആദായ നികുതി നിയമത്തിലെ 298 വകുപ്പുകളേക്കാൾ കൂടുതലാണ് പുതിയ നിയമത്തിലുള്ളത്. 536 വകുപ്പുകളാണ് പുതുതായി അവതരിപ്പിക്കാനുള്ള നിയമത്തിൽ ഉള്ളത്. നിലവിലെ നിയമത്തിൽ 14 ഷെഡ്യൂളുകൾ ഉള്ളത് പുതിയ നിയമത്തിൽ 16 വർദ്ധിക്കും. പുതിയ നിയമത്തിൽ ഷെഡ്യൂളുകളും അധ്യായങ്ങളും കൂടിയത് ആദായ നികുതി നിയമത്തോടുള്ള ഘടനാപരമായ സമീപനം കൊണ്ടാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതായത് ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ, ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കുമുള്ള കാര്യക്ഷമമായ വ്യവസ്ഥകൾ എന്നിവ ഉൾക്കൊള്ളുന്നതിലാണ് ഷെഡ്യൂളുകളും അധ്യായങ്ങളും പുതിയ നിയമത്തിൽ കൂടിയത് എന്നാണ് കണക്കുകൂട്ടൽ. നികുതി തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനായി ഓഹരി ഇടപാടുകളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ, കൂടുതൽ വ്യക്തതയ്ക്കായി കഴിഞ്ഞ 60 വർഷത്തെ ജുഡീഷ്യൽ വിധിന്യായങ്ങൾ എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1961 നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നത് വിവിധ നടപടിക്രമങ്ങൾ, നികുതി പദ്ധതികൾ, നിയമപരമായ ചട്ടക്കൂടുകൾ എന്നിവയ്ക്കായി ആദായ നികുതി വകുപ്പ് പാർലമെന്റിന്റെ അനുമതിക്കായി സമീപിക്കണം ആയിരുന്നു. പുതിയ നിയമത്തിൽ പാർലമെന്റിന് പകരം അത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് തന്നെ നിർവഹിക്കും. ഇത് കാലതാമസം ഒഴിവാക്കുന്നതിനായി സഹായിക്കും. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പുതിയ നിയമം കൂടുതൽ പരിശോധനകൾക്കായി പിന്നീട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.